മുഹമ്മദ് അലി അമേരിക്കയിൽ വെച്ച് മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. And once again, welcome back to the channel. So, ജൂൺ 7 മൊനാക്കോ ഗ്രാൻഡ് പ്രിക്സ് ആണ്. ആൻഡ് മൊനാക്കോ സർക്യൂട്ടിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ ഫോമുല 1 കലണ്ടറിലെ ഏറ്റവും ചെറിയ ട്രാക്കുകളൊന്നാണ് മൊനാക്കോ. ഒരു ലാപ്പ് ഏകദേശം 3.3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. റേസ് ട്രെയിനിൽ ഡ്രൈവേഴ്സ് കവർ ചെയ്യുന്ന ലാപ്പുകൾ 78 എണ്ണമാണ്, അതായത് ഏകദേശം 260 കിലോമീറ്റേഴ്സ്. ആദ്യം സർക്യൂട്ടിനെ കുറിച്ച് പറഞ്ഞാൽ മൊനാക്കോ ഒരു സാധാരണ റേസിംഗ് സർക്യൂട്ട് അല്ല. ആളുകൾ ദിവസം ഉപയോഗിക്കുന്ന സാധാരണ റോഡുകൾ തന്നെയാണ് ഇവിടെ റേസിംഗ് സർക്യൂട്ടായിട്ട് മാറ്റിയെടുക്കുന്നത്. അതുതന്നെയാണ് മൊനാക്കോയെ മറ്റെല്ലാ ഗ്രാൻഡ് പ്രിക്സുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇനി മൊനാക്കോയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞാൽ ഫോമുല 1 ആദ്യത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് സീസണായ 1950 മുതൽ മൊനാക്കോ കാലണ്ടറിലുണ്ട്. പല ട്രാക്കുകളും വന്നു പോയിട്ടുണ്ടെങ്കിലും മൊനാക്കോ ഇപ്പോഴും അതുകൂട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി മൊനാക്കോയുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ ഫോമുല 1 കാർസ് ആണെങ്കിൽ വളരെ വലുതാണ്. പക്ഷേ മൊനാക്കോയുടെ തെരുവുകളാവും പഴയതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. റോഡുകൾ ഇടുങ്ങിയതും ബാരിയേഴ്സ് എല്ലാം വളരെ അടുത്തുമാണ്. ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ആ റേസ് തന്നെ അവസാനിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പല ഡ്രൈവേഴ്സും മൊനാക്കോയെ സീസണിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള റേസുകളിലൊന്നായിട്ട് കണക്കാക്കുന്നത്. ഇനി മൊനാക്കോയിലെ ഫേമസ് സെക്ഷൻസിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഫെയർമൗണ്ട് ഹെയർപിൻ ആണ്. ഫോമുല 1 ഏറ്റവും സ്ലോവസ്റ്റ് കോർണർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഡ്രൈവേഴ്സ് ഏകദേശം 40 അല്ലെങ്കിൽ 50 കിലോമീറ്റർ പെർ അവറിലാണ് ഇവരുടെ കാറുകൾ ഇവിടെ തിരിച്ചെടുക്കുന്നത്. അതിനുശേഷം വരുന്നത് ടണൽ. ഫോമുല 1 സീസൺ മുഴുവൻ ടണലിലൂടെ പോകുന്ന ഏക സർക്യൂട്ടും മൊനാക്കോ മാത്രമാണ്. ആദ്യം ഡേ ലൈറ്റ് വരുന്നു, അതിനുശേഷം ഡാർക്ക്നെസ് ഫോളോഡ് ബൈ ഡേ ലൈറ്റ്. അതിനുശേഷം വരുന്നത് ഹെവി ബ്രേക്കിംഗ് സോണാണ്. ഏകദേശം 40 അല്ലെങ്കിൽ 50% ഫോമുല 1 മൊനാക്കോ ഗ്രാൻഡ് പ്രിക്സിലെ ആക്സിഡൻസ് നടന്നേക്കുന്നത് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോട്ടോർ സ്പോർട്ടിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സെക്ഷൻസിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. സോ ഇപ്പോഴൊരു ചോദ്യം വരുന്നത് മൊനാക്കോയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് റേസ് ആണോ അതോ ക്വാളിഫയിങ് ആണോ എന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റേസിനേലും കൂടുതൽ ഇമ്പോർട്ടൻസിന് ക്വാളിഫയിങ് സെഷൻസിനാണ്. കാരണം മൊനാക്കോയിൽ ഓവർടേക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റ് സർക്യൂട്ട്സിൽ നമ്മൾ പിന്നിൽ തുടങ്ങിയിട്ട് മുൻപിലോട്ട് പോകുമ്പോഴാണെങ്കിലും ഓവർടേക്ക് ചെയ്ത് മുൻപിലോട്ട് എത്താം. പക്ഷേ അത് മൊനാക്കോയിൽ അത്രയ്ക്കും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ മൊനാക്കോയിലെ ക്വാളിഫയിങ് സെഷൻസ് ഏറ്റവും എക്സൈറ്റിംഗ് സെഷൻസിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. സോ ക്വാളിഫയിങ് സെഷൻസിൽ പോൾ പൊസിഷനിൽ സാധാരണ എത്തുന്ന ആൾ തന്നെയാണ് മുൻപിലോട്ട് പോകുമ്പോൾ വിജയിയായിട്ടും വരുന്നത്. ഇനി മൊനാക്കോയുടെ പ്രശസ്തി ട്രാക്ക് കൊണ്ട് മാത്രം തീരുന്നതല്ല. കാരണം 1950 തൊട്ട് തുടങ്ങിയ ഒരു റേസാണിത്. സോ ഇവിടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രൈവേഴ്സിൻ്റെ ഒരു ലിസ്റ്റും ഉണ്ട്. അതിൽ ആദ്യം വരുന്നത് തന്നെ ആറ്റൺസ് തന്നെയാണ്. ആറ്റൺസ് തന്നെ ഒരു ബ്രസീലുകാരനാണ്. പല ആരാധകരും ഇന്നും മൊനാക്കോയുടെ കിങ് എന്ന് വിളിക്കുന്നതും സെന്നയെ തന്നെയാണ്. സെന്ന ഇവിടെ 6 തവണ വിജയിച്ചിട്ടുണ്ട്. ഇന്നും അത് ലോക റെക്കോർഡാണ്. ലൂയിസ് ഹാമിൽട്ടനോ മാക്സ് വെർസ്റ്റാപ്പനോ സെബാസ്റ്റ്യൻ വെറ്റലിനോ ആർക്കും അത് സത്യം പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മൊനാക്കോ പെർഫോമൻസ് ഫോമുല 1 ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഡ്രൈവിംഗ് ഡിസ്പ്ലേസിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മൈക്കിൾ ഷുമാക്കർ വന്നിട്ടുണ്ട്, ലൂയിസ് ഹാമിൽട്ടൺ വന്നിട്ടുണ്ട്. പക്ഷെ ആരും ഇന്നുവരെ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ മോട്ടോർ സ്പോർട്സിൽ, അതായത് F1 മാത്രമല്ല കംപ്ലീറ്റ് മോട്ടോർ സ്പോർട്സിൽ ട്രിപ്പിൾ ക്രൗൺ എന്നൊരു വലിയ അച്ചീവ്മെൻ്റ് ഉണ്ട്. അതിനായിട്ട് ഒരു റേസർ കവർ ചെയ്യേണ്ടത് 3 ഇവൻറ്റുകളാണ്. അതിലൊന്ന് വരുന്നത് 24 hours ഓഫ് ലെമാൻസും, രണ്ടാമത്തത് ഇൻഡ്യാനാപോളിസ് 500ഉം, അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ സ്വന്തം F1 മൊനാക്കോ ഗ്രാൻഡ് പ്രിക്സും ആണ്. ആൻഡ് ഇത് 3ഉം ഇന്നുവരെ പൂർത്തിയാക്കിയിട്ടുള്ളതും ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ പേര് ഗ്രഹാം ഹിൽ എന്നാണ്. ഇനി ഗ്രഹാം ഹില്ലിനെ വിട്ടിട്ട് നമ്മൾ ന്യൂജനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊനാക്കോ കഥ എന്തെന്ന് വെച്ചാൽ ഫെറാറിയുടെ കറണ്ട് ഡ്രൈവർ ആയിട്ടുള്ള ചാൾസ് ലെക്ലർക്കിൻ്റെ ആണ്. ലെക്ലർക്ക് മൊനാക്കോയിൽ തന്നെ ജനിച്ച ഒരാളാണ്. ഈ തെരുവുകൾ അല്ലെങ്കിൽ നമ്മുടെ മൊനാക്കോയിലെ തെരുവുകൾ തന്നെ കണ്ട് വളർന്നൊരു പയ്യൻ. സോ ഒരു ദിവസം സ്വന്തം നാട്ടിൽ തന്നെ ഫോമുല 1 റേസ് ജയിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു പുള്ളിയുടെ ഒരു. ചാൾസ് ലെക്ലർക്കിന്റെ കരിയറിലെ ഏറ്റവും വലിയ പിന്തുണ അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു. പക്ഷേ ചാൾസിന്റെ ഫോമുല 1 വലിയ വിജയങ്ങളിൽ ഒന്നുപോലും കാണുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെടുകയായിരുന്നു. ഇവൻ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ചാൾസ് ലെക്ലർക്ക് ഫോമുല 1 കയറുന്നതിന് മുൻപ് തന്നെ പുള്ളിയുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. ആൻഡ് മരിക്കുന്നതിന് മുമ്പായിട്ട് ലെക്ലർക്ക് ആക്ച്വലി കള്ളമാണ് പറയുന്നത് അച്ഛനോട്, ഞാൻ F1 സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതിനുശേഷം അതേ നാട്ടിൽ തന്നെ 2024 ചാൾസ് ലെക്ലർക്ക് വിജയിക്കുവാണ്, അതായത് മൊനാക്കോയിൽ തന്നെ. അത് മൊനാക്കോയിൽ ജനിച്ച ഡ്രൈവർ, ഫെറാറി ഡ്രൈവർ, സ്വന്തം ആരാധകരുടെ മുൻപിൽ വെച്ച് ജയിക്കാന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഇമോഷണൽ ഒരു മൊമെന്റ് എന്ന് വേണേൽ ഫോമുല 1 കണക്കാക്കാവുന്നതാണ്.
സോ എൻഡ് ഓഫ് ദ സ്റ്റോറി, മൊനാക്കോ ഏറ്റവും വേഗതയേറിയ സർക്യൂട്ട് അല്ല, ഏറ്റവും കൂടുതൽ ഓവർടേക്സ് നടക്കുന്ന സർക്യൂട്ട് അല്ല. പക്ഷേ മൊനാക്കോയെ മാറ്റി നിർത്തുന്നതെന്ന് വെച്ചാൽ മൊനാക്കോയുടെ ഹിസ്റ്ററിയും പ്രസ്റ്റീജും ചാലഞ്ചും ട്രഡീഷനും ഇതെല്ലാമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഡ്രൈവേഴ്സ് എല്ലാവരും മൊനാക്കോ ജയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ആരാധകനും മൊനാക്കോ വീക്കെൻഡ് കാത്തിരിക്കുന്നതും. സോ ഇതുകൂട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സും പഴയ കഥകളും അറിയാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ദിസ് വീഡിയോ ആൻഡ് ദിസ് ചാനൽ ഈസ് ഓൺലി ഫോർ F1. അപ്പോൾ ബൈ.